പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിക്ക് അവന്തികയുടെ മേലുള്ള സംശയങ്ങളൊക്കെ കൂടി വരികയാണ്. കാരണം ഡേവിഡുമായിട്ട് അവന്തികയ്ക്ക് എന്താണ് ബന്ധം, അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നവ്യ എന്നോട് പറയാതിരിക്കില്ല. അതെന്തായാലും കണ്ടെത്തണം. എന്തായാലും അവർ നല്ല രീതിയിലാണ്, സൗഹൃദപരമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ അടുപ്പം ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ നാളായിട്ടുണ്ടാകും. എന്തായാലും അത് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ജ്വല്ലറിയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും നിനക്ക് അവരുമായിട്ട് വലിയ ദേഷ്യത്തിലാണല്ലേ, നിനക്ക് അവരെ തോൽക്കണം എന്നാണല്ലേ എന്നൊക്കെ സംശയത്തോടു കൂടി അഭി ചോദിക്കുന്ന സമയത്ത്, പിന്നല്ലാണ്ട് ഈ വീട്ടുകാരെ ഇട്ട് വട്ടം കറക്കുന്നത് അവരല്ലേ, അനന്തപുരിക്കാരുടെ തകർച്ചയാണ് അവരാഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അവന്തിക അഭിയോട് മറുപടി പറയുകയാണ്. പക്ഷേ അവന്തികയുടെ മറുപടിയിൽ അബിക്ക് വലിയ സംശയം തോന്നുകയും അവളെ എന്നും ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അബി ഓഫീസിലേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ തൻ്റെ അമ്മയോട് അവന്തിക പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നെന്നോട് പറയണേ, എനിക്ക് അവളോട് ഒരു കാര്യം പറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയോട് മറ്റ് സംശയങ്ങളൊന്നും പറയാണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ അബി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവന്തിക പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജലജ ഇക്കാര്യത്തെക്കുറിച്ച് അബിയോട് പറയുകയും അബി വഴിയിൽ കാത്തു നിൽക്കുകയും അവന്തികയെ ഫോളോ ചെയ്ത് പോവുകയുമാണ്. അങ്ങനെ അവർ നമ്മുടെ അബി അവന്തികയെ പിന്തുടർന്നിട്ട് ആരെയാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് പോകുന്ന സമയത്ത് അവന്തിക പോകുന്നത് നേരെ ജ്വല്ലറിയിലോട്ടാണ്. അപ്പോൾ അബി ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവൾ ഇങ്ങോട്ടാണോ വരുന്നത്, ഇനി എന്നെ കാണാനെങ്ങാനും വന്നതായിരിക്കുമോ എന്നുള്ളൊക്കെ ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അവന്തിക ആരെയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നത്. അത് മറ്റാരെയുമല്ല, അവന്തിക ഫോൺ ചെയ്യുന്നത് ഡേവിഡിനെ ആയിരുന്നു. എന്നിട്ട് അബിയേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇതുവരെ എത്തിയിട്ടില്ല, വരുമായിരിക്കും. പിന്നെ എന്തായാലും മോള് നമ്മളെ നേരെ ഓഫീസിൻ്റെ മുറിയുടെ ആ ഭാഗത്തേക്ക് പോകണ്ട, അറിയാലോ നമ്മുടെ രഹസ്യ അറയുള്ളത്, ആ ഒരു ഭാഗത്തേക്ക് പോന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അവന്തിക മറ്റൊരു വഴിയിലൂടെയാണ് വേറൊരു മുറിയിലോട്ട് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് അബി ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊരു വഴി ഇവിടെ ഉണ്ടോ, ഈ ഭാഗത്തേക്കൊന്നും ആരും പോവാറില്ലല്ലോ, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലാതെ ഇവൾ ഈ ഭാഗത്ത് കൂടെ പോവേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ, അത് അത്രയും പരിചയമുള്ള ഒരാൾ പോകുന്നത് പോലെയാണല്ലോ അവന്തിക പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ അവന്തികയെ പിന്തുടർന്ന് അബി പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഒരു മുറിയിലേക്ക് അവന്തിക കയറുകയാണ്. ആ ഒരു സമയത്ത് അവിടെ നാഗേന്ദ്രനും ഡേവിഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അബിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് അബി ആ മുറിയുടെ അടുത്ത് എത്തുന്നത്. അങ്ങനെ അബി ആ ഒരു കാഴ്ച കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഡേവിഡുമായിട്ട് അത്ര സൗഹൃദത്തിൽ ഒരു അച്ഛനും മകളും സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അത് നാഗേന്ദ്രനായിരുന്നു. പക്ഷേ അബിക്ക് തൻ്റെ അച്ഛനാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവന്തികയ്ക്കുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്താണെന്ന് അറിയാനായിട്ട് അവരുടെ മുന്നിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഇത് കണ്ടിട്ട്, രംഗം കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവന്തികയും നാഗേന്ദ്രനും. അങ്ങനെ ഇതാരാണ്, നീ എന്താ ഇവിടെ, നീ ജ്വല്ലറിയുമായിട്ട് വലിയ പിണക്കത്തിലാണെന്നാണല്ലോ പറഞ്ഞത്, പിന്നെന്താ നീ ഇവിടെ, ഇനി ഞങ്ങളെ തറ പറ്റിക്കാനും വഞ്ചിക്കാനും വന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ അവന്തികയോട് ചോദിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ എന്നോ, നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ, ഒരു സ്വന്തം അച്ഛനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മകൻ, ഞാൻ നിൻ്റെ അച്ഛനാടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആകെ നെട്ടിത്തരിച്ച് ഷോക്കായിട്ട് സങ്കടം കൊണ്ട് കരഞ്ഞ് അബി അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു രംഗം കണ്ടിട്ട് നമ്മുടെ അവന്തികയ്ക്കാണെങ്കിലും സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. കാരണം അച്ഛനും മകനും ഒന്നിക്കുക എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി ഒന്നിച്ച് നിന്ന് അനന്തപുരിക്കാരെ തകർക്കാലോ എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് അവന്തികയുടെ മനസ്സിലുള്ളത്. അങ്ങനെ അച്ഛൻ അബിയോട് പറയുന്നുണ്ട്, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിൻ്റെ അമ്മയാണല്ലോ അതൊക്കെ കാണിച്ചു തരേണ്ടതും പറഞ്ഞു തരേണ്ടതും, അത് ചെയ്യാത്തിടത്തോളം കാലം നിനക്ക് ഇങ്ങനെയൊക്കെ അറിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, അച്ഛനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന സമയത്തൊക്കെ അമ്മ എന്നോട് ദേഷ്യപ്പെടാറാണുള്ളത്, അച്ഛൻ എന്താണ് എന്നുള്ളത് പോലും ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലായിരുന്നു, അച്ഛനെക്കുറിച്ച് ഒന്നും ഒരു ഓർമ്മയിൽ പോലും നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അബി തുറന്ന് പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രനും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്.